സഭയിൽ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഊഷ്മളമായ ഹസ്തദാനം കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം. ആലിംഗനം ചെയ്തു പ്രധാനമന്ത്രിയെ കഴിഞ്ഞ തവണ, അത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ടും ഒന്നും നടന്നില്ല. ആ പ്രധാനമന്ത്രി പ്രതിപക്ഷം പറഞ്ഞത് കേട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ പൂർണ്ണമായും പുറത്താക്കി. മഹുവ മൊയ്ത്രയെ എങ്ങനെയാണ് പുറത്താക്കിയത് നമ്മൾ കണ്ടതല്ലേ. ഇന്നിപ്പോൾ എന്താ രാഷ്ട്രീയത്തിലെ കാവ്യനീതി പോലെ മഹുവ മൊയ്ത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് തിരിച്ചു വരികയും മഹുവ മൊയ്ത്രയെ പുറത്താക്കാനുള്ള അൺഎത്തിക്കലായി തീരുമാനമെടുത്ത എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സ്വന്തം മണ്ഡലത്തിൽ തോറ്റമ്പിയിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ചകൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി പറയുന്ന ഒരു സാഹചര്യം ഇനിയുണ്ടാവും. 18ാം ലോക്സഭയിലേക്ക് വരുമ്പോൾ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യയുണ്ടാവും, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പ്രതിപക്ഷാംഗങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ടാവില്ല. അതിന് അംഗബലമുള്ള എണ്ണബലമുള്ള ഒരു ലോക്സഭയാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശബ്ദം ഈ പാർലമെന്റിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.